ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മോമോസാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കുള്ള മാവൊന്ന് ആദ്യം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ട് ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. സാദാ വെള്ളമാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇനി ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാളയും എരിവനുസരിച്ചിട്ട് പച്ചമുളകും സ്പ്രിംഗ് ഓണിയനുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ എന്തായാലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂണോടൊക്കെ ചേർത്ത് കൊടുക്കാം. മോമോസിൽ കുറച്ചും കൂടെ എരിവ് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള ചട്നിക്ക് തക്കാളിയും വറ്റൽമുളകും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് എരിവനുസരിച്ചിട്ട് മുളക് ചേർക്കുക, ഉണക്കമുളക്. എന്നിട്ടത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വെന്തിട്ട് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാം. മാവ് ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് വിതറിയിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് കനം കൂട്ടിയിട്ട് പരത്തരുത്. കുറച്ച് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ ഇത് മോമോസ് റെഡിയായി വരുമ്പോൾ കൂടുതലായിട്ട് കട്ടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഏതെങ്കിലും അടുപ്പ് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നൈസായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഒരു 1-2 ടീസ്പൂൺ അല്ലെ ഒരു 1.5 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഈ രണ്ടെൻഡും ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ മോമോസ് ഇതുപോലെ ഈസി ആയിട്ടൊരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഫില്ലിങ് ഒരുപാട് അങ്ങ് കൂടിപ്പോണ്ട. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് സൈഡ് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. കാണാനും നല്ല ഭംഗിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് മോമോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ പ്ലേറ്റ്സ് എടുക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പ്ലേറ്റ്സ് എടുത്താൽ മതി. ഇതും നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എൻഡിൽ വരെ ഇതുപോലെ പ്ലേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കട്ടി കുറച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ആവിയിൽ വെന്ത് വരുമ്പോൾ കൂടുതലായിട്ട് കട്ടി ഉണ്ടാവും. അപ്പോൾ മോമോസ് എല്ലാം ചെയ്തിട്ട് ഇതുപോലെ ആവിയിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്കുള്ള ചട്നിക്കുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ആ തൊലി അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. കുറച്ചൊന്ന് തണുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം. സോസിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയ് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ ഒന്നും അളവ് കൂടിപ്പോവാതെ ഒരു 2-3 നുള്ളു ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ട് ഇതൊന്ന് തിളച്ചിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും അതുപോലെ മധുരത്തിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. മോമോസും നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ് ഈ ഒരു മോമോസ് റെഡിയാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്